നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല ആബേൽ. അതുകൊണ്ട് ഒന്ന് മാത്രമാണ് നീ ഇപ്പോഴും എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ബട്ട് നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ കഴിയും. ഈ ലോകത്ത് ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ വേദന ഞാൻ നിനക്ക് തരും. ആബേൽ പ്ലീസ്, എനിക്ക് അവന്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടമുണ്ട്. ബട്ട് എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ വിളിച്ചു പറയും എസ്കെയും പാട്രിക്കും ഒരാളാണെന്ന്. നീ നിന്റെ ചേച്ചിയെ മറന്ന നിനക്ക് നിന്റെ അമ്മയെ ജീവനോടെ കാണും. പ്ലീസ് എന്റെ ചേച്ചിയെ വെറുതെ വിട്. അവൾക്ക് ഇതൊന്നും അറിയില്ല, അവളൊരു പാവാ. നിന്റെ ചേച്ചിയോ? പാവോ? ആബേൽ പ്ലീസ് ആബേൽ, അവൾ ഇറക്കിയ ഡോക്യുമെന്റ് നിങ്ങളും വായിച്ചതല്ലേ? എസ്കെയും പാട്രിക്കും കഷപ്പ് ഫാമിലിയിലെ ടിൻസ് എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. എന്നതായാലും നീ നിന്റെ ചേച്ചിയെ മറന്നോ? അവൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു, അതാണോ ഇത്ര വലിയ പ്രശ്നം? അവൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു, അപ്പോ നീയും നിന്റെ അച്ഛനും ചെയ്തതോ? അതൊക്കെ നടന്നിട്ട് എത്ര വർഷമായി ആബേൽ? വർഷം എത്ര കഴിഞ്ഞാലും എന്റെ നെഞ്ചിനെ ആ കനൽ ഇങ്ങനെ കിടന്നേരിയ. എനിക്കും അവന് വന്ന നഷ്ടം അത് നിനക്കും ചേച്ചിക്കും നികത്താൻ പറ്റൂ? പക്ഷെ ഇതിലൊന്നും എന്റെ ചേച്ചിക്ക് പങ്കില്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നേക്ക്. ഒരു കണക്കിന് നിന്റെ ചേച്ചി ചെയ്തതും അത് തന്നെയല്ലേ നിന്റെ അച്ഛൻ ഞങ്ങളോട് ചെയ്തതുപോലെ വഞ്ചന. പ്ലീസ് ആബേൽ, എസ്കക്ക് അത് പൊറുക്കാനാവും. നീ പറഞ്ഞത് ശരിയാ, എസ്കക്ക് അത് പൊറുക്കാനാവും. ബട്ട് എസ്കെ ഈസ് മിസ്സിംഗ്. No, I'm pleading with you. I want my sister back. അലറാതെ പെണ്ണെ, നിനക്ക് മറ്റൊരു കാര്യം അറിയോ? എസ്കെക്കും പാട്രിക്കിനും ഒരു സാമ്യതയുമില്ല. ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ്. ബട്ട് നിന്റെ ചേച്ചിയുടെ കാര്യത്തിലൊഴികെ എസ്കെക്ക് പ്രണയമാണെങ്കിൽ പാട്രിക്കിനെ അവളെ കാണുന്നത് പോലും ഒരു അഡിക്ഷനാണ്. I can do anything for my sister, please. Anything? Can you sleep with me? How dare you? ഫസ്റ്റ് കിസ് നീ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇതിന്റെ മധുരം പിന്നെ എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ഐ വുഡ് ലവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഫുള്ളി. നിന്റെ കൂടെ കിടക്കാതെ തന്നെ I can save my sister. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഡോക്ടർ അനു മാധവ്. പിന്നെ ആബേലിച്ചാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എനിക്ക് 2 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ നീ ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിന്റെ അമ്മയെയും നീ അങ്ങ് മറന്നേക്ക്. പിന്നെ ചേച്ചിയുടെ കാര്യം, അവളെ ഒന്നുകിൽ നിനക്ക് ഡെഡ് ബോഡി ആയിട്ട് കാണാം. പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തുന്നത്? ഇത് എസ്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവില്ലേ? നിന്നോടാരാ നിന്നെ എസ്കെ ആണ് ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞത്? ഹി ഈസ് പാട്രിക്. പാട്രിക്കിൽ നിന്നും നിനക്കൊരു മോചനം, അത് പ്രയാസമാണല്ലേ? ബട്ട് ഞാൻ സൂര്യയോടല്ലേ കുറ്റം ചെയ്തത്? നോ, ഹി ഹാസ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, DID. നീ എഴുതിയ പോലെ അല്ലെങ്കിൽ നീ കരുതും പോലെ ഒരാൾ ഡാൻസറും ഒരാൾ ക്രിമിനലുമല്ല. ബോത്ത് ആർ സെയിം പേഴ്സൺ. ആൻഡ് നീ പ്രേമിച്ച് വഞ്ചിച്ചത് എസ്കെ ആണെങ്കിൽ നിന്നെ ഇപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പാട്രിക് ആണ്. I can't believe. നീ അവനോട് ചെയ്തത് വലിയ തെറ്റാണ്, വലിയ തെറ്റ്. ഇതിനവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിനക്ക് പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ. നിങ്ങളാരാ? എല്ലാം അറിയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ നിൽക്കണ്ട, അവിടെ മുഴുവൻ അവൻ്റെ ആളുകളാണ്. ഞാൻ പിന്നെ അതുമാത്രമല്ല, ആബേലിൻ്റെ കണ്ണിൽ പെടാതെ നോക്കിക്കോ. ഗോ ഫാസ്റ്റ്. How dare you, Leia? നീ എന്നിൽ നിന്നും എത്ര ദൂരം പോകും Leia? Your smell drives me wild.
അബേൽ ലൈസൻസിങ്. അവൾ ഓടിയെന്നോ? എത്ര ദൂരം അവൾ ഓടും? പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ താനെ തിരിച്ചു കൂട്ടിൽ കയറും, ഇല്ലെങ്കിൽ ഞാൻ കയറ്റും. അതിനുള്ള ഒരു തുറുപ്പിച്ചിട്ട് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. നീ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഡോക്ടർ ചെല്ലോ, നീ അറിഞ്ഞോ നിന്റെ ചേച്ചി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന്? നിന്റെ ചേച്ചിക്ക് ഞങ്ങളെ ശരിക്കറിയില്ല, ബട്ട് നിനക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം നിന്റെ ചേച്ചിയെ? I'm begging you, Abel. Please let her go. നിന്റെ ചേച്ചി തിരിച്ച് കൂട്ടിൽ കയറും വരെ യു ഹാവ് ടു കം വിത്ത് മീ, ഡോക്ടർ അനു. പിന്നെ മറ്റൊരു കാര്യം, നീ എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ നിന്റെ ചേച്ചിനെ എനിക്ക് പിന്നെ കാണാൻ കഴിയില്ല. ഓ, ദാറ്റ്സ് സോ സാഡ് അല്ലേ ഡോക്ടർ സെല്ലോ? ഞാൻ നിന്റെ കൂടെ വന്നാ നീ അവളെ വെറുതെ വിടുവോ? നീ വന്നാലും ഇല്ലെങ്കിലും കൃത്യം 15 ദിവസം ഞാൻ അനുഭവിച്ച അതേ 15 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്റെ ചേച്ചിയെ കൊല്ലും. അത് സംഭവം എസ്കേക്കൊന്ന് സങ്കടമാവും, ബട്ട് അവനെ ഞാൻ അതിൽ നിന്ന് റിക്കവറാവും. പിന്നെ നീ വന്നില്ലെങ്കിൽ ഇതാ ഇന്നത്തോടു കൂടി നിന്റെ ചേച്ചിയുടെ കാര്യം ഞാൻ തീരുമാനമാക്കും. അങ്ങനെയാണ് കാര്യമെങ്കിൽ നീ ഒന്ന് ഓർത്തോ, കൃത്യം ഇന്നേക്ക് 14-ാം ദിവസം ഞാൻ നിന്നെ കൊന്നിരിക്കും. നീ എന്റെ ചേച്ചിയെ കൊല്ലുമെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിന്നെ കൊന്നിരിക്കും. Are you ready, Dr. Salam? Give me your hand. അനു ഡോക്ടർ പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു, എന്നെ കൊല്ലാനുള്ള പ്ലാനിങ്. അബൽ, നീ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനൊരു ഡോക്ടറായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള എസ്കേക്ക് അവളെ കൊന്ന് അത് താങ്ങാൻ പറ്റത്തില്ല. ഓഹോ, നിനക്ക് അവന്റെ കാര്യം ആലോചിച്ച് സങ്കടമൊക്കെ ഉണ്ടോ? അവൻ ഇങ്ങനെ ആവാനുള്ള കാരണം അത് നീയും നിന്റെ അച്ഛനാണ്. പിന്നെ നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് നിന്റെ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായി. നിന്റെ ചേച്ചിയെ സ്നേഹിക്കുന്ന അവന്റെ ഉള്ളിലെ എസ്കെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ പാട്രിക്കിനും അവളോട് മുടിഞ്ഞ പ്രേമമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ കൊച്ചേ? പാട്രിക്കിനും പിന്നെ അവളെ വേണമെന്നുണ്ടെങ്കിൽ അവളെ മുഴുവനായിട്ട് കൊടുക്കൽ അതെന്റെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് ഹി ഈസ് മൈ സോൾമേറ്റ്. പ്രേമമാണെങ്കിൽ ഞാൻ ജസ്റ്റ് എന്റെ പ്ലാൻ ഒന്ന് മാറ്റും. ഞാൻ നിന്റെ ചേച്ചിയെ കൊല്ലില്ല, പകരം നിന്റെ ചേച്ചിയുടെ ആ കാമുകനെ അവനെ അങ്ങ് തീർക്കും. അബൽ, പ്ലീസ് ഗൗതമിനൊന്നും ചെയ്യരുത്. അതെന്റെ ചേച്ചിക്ക് താങ്ങാൻ പറ്റത്തില്ല. പ്ലീസ് അബൽ, നീ ഒരു മനുഷ്യനാണോ? കിടന്ന് കാറണ്ട, വീടെത്തി. പിന്നെ ഒന്നുകിൽ ഗൗതം അല്ലെങ്കിൽ നിന്റെ ചേച്ചി, അത് ഉറപ്പാ. ഐ ക്യാൻ വാക്ക്, ലീവ് മീ. അടങ്ങി കിടക്കടി. ഗൗതമിന് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഇന്ന് ഞാൻ... ഓ, മോളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മോളെ ഇവിടെ ഇരിക്കട്ടോ. അബൽ, നീ വന്നോ? അവൾ പോയടാ. ഐ വാണ്ട് ഹർ ബാക്ക്. ഐ നീഡ് ഹർ. കൂൾ പാട്രിക്, ഞാൻ അവളെ കൊണ്ടുവരാം. ബട്ട് അതിനു മുമ്പ് നിനക്ക് അവളുടെ മേലെയുള്ള ഫീലിങ്സ് എന്താന്ന് പറ. അവളുടെ മേലെയുള്ള ഫീലിങ്സ് എന്താന്ന് എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഐ വാണ്ട് ഹർ അബൽ. അവൾ ഓടിപ്പോയത് അവളുടെ കാമുകന്റെ അടുത്തായിരിക്കും. അവൾക്കൊരു കാമുകൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടു. അവൻ എന്ത് ചെയ്യണം? അവനെ തല്ലിട്ടോ കൊന്നിട്ടോ എന്തായാലും വേണ്ടില്ല. ഐ വാണ്ട് ഹർ. Then let's go.
ഇവനിത് എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ലേയ, ഓടാതെ. ആബേൽ, അവൾക്കൊരു സമ്മാനം ഇറക്കിക്കേ. ആബേൽ, അല്ല ചേച്ചി. ചേച്ചി എന്നതിനെ കറിയുന്നേ? ചേച്ചിക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അവനൊന്ന് ഇറക്കിക്കേ പിള്ളേരെ. ആബേൽ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഗൗതത്തിനൊന്ന് ചേരി പ്ലീസ്.